പിസ്സയൊക്കെ ഭയങ്കര എക്സ്ക്യൂസ് മീ ഒരു മിനിറ്റ്, ഇതൊരു ഇൻസ്റ്റാഗ്രാം വീഡിയോയ്ക്ക് വേണ്ടിയാണ്. ഇതൊരു സൈക്കോളജിക്കൽ എക്സ്പെരിമെൻ്റ് ആണ് സംഭവം. താങ്കൾ എനിക്ക് താങ്കളുടെ ഫോണിൽ നിന്ന് ഒരാളുടെ ഫോട്ടോ എടുത്ത് കാണിച്ചു തരുന്നു. ഞാൻ അയാളെ പറ്റി എനിക്ക് മനസ്സിലാക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറയും. മനസ്സിലാകും? ഫോണിൽ നിന്ന് റാൻഡമായിട്ട് ആരുടെങ്കിലും ഒരാളുടെ ഫോട്ടോ എടുത്ത് കാണിച്ചു തരുമോ? കാണിച്ചു തരാം. ഓക്കെ, എന്തായാലും ആദ്യ നോട്ടത്തിൽ തന്നെ താങ്കളൊരു ഫ്രണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ബ്ലഡ് റിലേഷൻ അങ്ങനെയൊന്നുമില്ല, ഒരു സുഹൃത്താണെന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ പറയാം. താങ്കൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ട് ചില ഘട്ടത്തിലൊക്കെ തോന്നിയിട്ടുണ്ട്, ഫോട്ടോ ഒന്നുകൂടെ കാണിച്ചേ. ഓക്കെ, ചില ഘട്ടത്തിലെങ്കിലും തോന്നിയിട്ടുണ്ട് ആൾ ഇച്ചിരി ഇമ്മച്ചുവറാണ്, ഭയങ്കര എന്താ പറയുക, നടക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ മാത്രം ആഗ്രഹിക്കുന്ന, സ്വപ്നം കാണുന്ന അങ്ങനെ എന്തോ ആളാണ്. ആൾ ഫുഡിയാണെന്ന് തോന്നുന്നു അല്ലേ? നന്നായി ഭക്ഷണമൊക്കെ താല്പര്യമുള്ള, അതെ, കയ്യിൽ പൈസ ഇല്ലെങ്കിലും ഭക്ഷണം കഴിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ്, ശരിയല്ലേ? ഓക്കെ, അങ്ങനത്തെ ഇതുണ്ട്. പൈസ ഉണ്ടോയെന്ന് നോക്കില്ല, എപ്പോഴും ഫുഡ് കഴിക്കണം അങ്ങനെയല്ല, എങ്കിലും ഫുഡ് കഴിക്കുന്ന താല്പര്യം, പുതിയ സ്പോട്ടുകളൊക്കെ കണ്ടെത്തി കഴിക്കാനൊക്കെ താല്പര്യമുള്ള ആൾക്ക്. ഫേവറേറ്റ് എന്തെങ്കിലും ഫുഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മനസ്സിലാലോ വെച്ചാൽ അത് ഫേവറേറ്റ് ഫുഡ് ഉണ്ടോ എന്ന്? ഉണ്ടല്ലോ. ഓക്കെ, അതൊന്ന് ഒരു ഓക്കെ, ഇന്ത്യൻ ഫുഡൊന്നുമല്ല, പുറത്തുള്ള എന്തോ ഒരു ഫുഡാണ്, അതെപ്പോഴും കഴിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, ശരിയല്ലേ? ഇപ്പോൾ നോൺ വെജും വെജും ഒക്കെ ഉള്ള ഏതൊരു ഫുഡ്, പിസ്സ, അങ്ങനെ പിസ്സയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ആളാണല്ലേ? ഓക്കെ, ആള് നല്ല ലിസണറാണ്, ശരി, നന്നായിട്ട് ഇപ്പം എന്ത് വിഷമം പറഞ്ഞാലും കേട്ടോണ്ടിരിക്കുന്ന സപ്പോർട്ട് സിസ്റ്റം ആയിരുന്ന ആൾ. ചില സമയത്ത് താങ്കൾക്ക് തോന്നാറുണ്ട് ഇത്രയും നല്ലൊരു ആൾ സപ്പോർട്ട് സിസ്റ്റം ഒന്നും ഇല്ലാന്ന്. ചില സമയത്ത് തോന്നുന്നു ഈ കൊച്ചെന്താ ഇങ്ങനെ, അങ്ങനെയൊക്കെ തോന്നാറുണ്ട്, ശരിയല്ലേ? ആൾക്ക് എന്തോ ഹോബി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. ലൈക്ക് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള എന്തൊക്കെയോ കഴിവുകൾ, ടാലന്റഡ് ആയിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ ആർട്ട് എന്ന് പറയുമ്പോൾ സ്റ്റേജ് പെർഫോമൻസ് അങ്ങനെയൊന്നുമില്ല, ചിത്രരചനയൊക്കെ, പെയിന്റിങ് എന്തെങ്കിലുമൊക്കെ താല്പര്യമുള്ള ആളാണ്, പെയിന്റിങ് താല്പര്യമുള്ള ആളാണ്. ഓക്കെ, ആളങ്ങനെ, പക്ഷെ ചില കാര്യങ്ങളിൽ ആളത്ര കോൺഷ്യസ് ഒന്നുമല്ല. പൈസ സേവ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിനെപ്പറ്റി ഒന്നും പ്ലാൻ ചെയ്ത് ചെയ്യുന്ന അങ്ങനെ ഒന്നുമല്ല, ഒറ്റ മൈൻഡ് ഒരാളാണ്. ഇച്ചിരി ചില സമയത്തൊക്കെ ഭയങ്കര ഫാൻറ്റസിയിലൊക്കെ ജീവിക്കുന്നതിലൊക്കെ തോന്നിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ ആൾ ഇമ്പൾസീവ് ആണ്, പെട്ടെന്ന് സങ്കടം, പെട്ടെന്ന് ദേഷ്യം, പെട്ടെന്ന് കരച്ചിലൊക്കെ വരുന്ന ഒരാളാണെന്ന് അല്ലേ? ഓക്കെ, എൻ്റെ ആള് എന്തെങ്കിലും സ്വപ്നത്തെ പറ്റിയൊക്കെ താങ്കളോട് സംസാരിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ആഗ്രഹം അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറയാറുണ്ടെന്ന് തോന്നുന്നു. നടക്കാത്ത ചില കാര്യങ്ങളായിട്ടൊക്കെ താങ്കൾക്ക് അത് തോന്നാറുണ്ട് അല്ലേ? എന്തോ എവിടെയോ പോവുക, അല്ലെങ്കിൽ കൈയൊന്നും ഇടാം, വലത് കൈ നീട്ടാമോ? വലത് കൈ മാത്രം. ഓക്കെ, എന്തോ താങ്കളോട് സംസാരിച്ചു, അതിനെപ്പറ്റി എനിക്ക് എന്തോ ഒരു ഇത് കിട്ടുന്നുണ്ട്, ആരെയോ കാണാൻ പോകുന്നത്, അങ്ങനെ എന്തോ